Krishna Krishna Hare 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 Ram 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 Hare Hare എല്ലാവരും ഉറക്കെ Hare Hare Ram 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 Hare Hare Krishna 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 Hare 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 Ram Hare Krishna Mahamantra ki jai. Uda Srimad Bhagavatam ki jai. Srila Prabhupada ki jai. Hare Krishna. ഇവിടെ നമ്മള് നരസിംഹ ജയന്തിയുടെ ഭാഗമായിട്ടുള്ള ഒരു സത്സംഗമാണ്. നരസിംഹ ജയന്തി കഴിഞ്ഞു. പക്ഷേ കൂടിയിരിക്കുന്നത് നരസിംഹനെ കുറിച്ച് ഓർമ്മിക്കാനും അതുപോലെ അതിൽ നിന്നുള്ള കുറച്ച് ഉപദേശം നമ്മുടെ ഭാഗവതത്തിൽ പഠിക്കാനുമാണ്. ഇപ്പോൾ നരസിംഹദേവന്റെ ലീല എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ വിശദീകരിക്കണമെന്ന് അറിയില്ല. അല്ലേ, നരസിംഹദേവൻ എന്തിനു വേണ്ടി അവതരിച്ചു, ആർക്കു വേണ്ടി അവതരിച്ചു, അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവത്ഗീത ഭഗവാൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? പവിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. രണ്ട് എന്തിനു വേണ്ടിയാ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത്? ഒന്ന് പവിത്രാണായ സാധുനാം പറഞ്ഞാല് സാധുക്കളെ സംരക്ഷിക്കുക, ഭക്തന്മാരെ സംരക്ഷിക്കുക. രണ്ട്
അസുരന്മാരെ നിഗ്രഹിക്കുക, അല്ലേ? അപ്പോ ഭഗവാൻ ഓരോ അവതാരത്തിനും ഓരോ പർപ്പസ്, ഓരോ ലക്ഷ്യമുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ചു. ഒരുപക്ഷെ ഭഗവാന് അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ ശക്തികളെ തന്നെ ഉപയോഗിച്ച് അസുരന്മാരെ നിഗ്രഹിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഭഗവാൻ നേരിട്ട് നരസിംഹൻ രൂപമെടുത്തു അവതരിച്ചു? എന്തിനു വേണ്ടിയാണ്? ഇത്രയും ദേവന്മാരുണ്ട്, അവർക്ക് ശക്തി കൊടുത്ത് അസുരന്മാരെ നിഗ്രഹിക്കാം, അല്ലേ? അപ്പൊ എന്തിനു വേണ്ടി ഭഗവാൻ നേരിട്ട് അവതരിച്ചു? തന്റെ ഭക്തന്മാരെ നേരിട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഭഗവാന്റെ ജോലി എന്താണ്? നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ ജോലി എന്താണ്? ഭഗവാന്റെ ജോലി എന്താണ്? ഭഗവാൻ എന്താ ചെയ്യും? നമുക്ക് എല്ലാവർക്കും ഓരോ ജോലിയുണ്ട്, അല്ലേ? ഭഗവാന്റെ ജോലി എന്താണ്? ചിലർ അങ്ങനെ ചോദിക്കും, ഭഗവാൻ എന്താ ചെയ്യും? അപ്പോ ഭക്തന്മാരുടെ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അല്ലേ? ഭഗവാനെ സ്തുതിക്കുക. അതേസമയം ഭഗവാന്റെ ലക്ഷ്യം എന്താണ്? ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുക, സന്തുഷ്ടരാക്കുക, അല്ലെ? അവരെ സംരക്ഷിക്കുക. ഇതാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഒരു ഭക്തനെ വളരെയധികം പീഡനങ്ങള് അനുഭവിക്കേണ്ടി വന്നു, തന്റെ സ്വന്തം അച്ഛനായ ഹിരണ്യകശിപുവിൽ നിന്ന് തന്നെ. പക്ഷെ ആ സമയം ഭഗവാൻ തന്റെ കോപമാണ് നരസിംഹദേവ് അവതാരമായി വന്നത്. ഭഗവാന്റെ ജ്ഞാനം അവതാരമായി വന്നത് എന്താണ്? വ്യാസദേവൻ. ഇവിടെ ഭഗവാൻ അവതരിച്ചു തന്റെ ഭക്തനെ സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവത്തില് 7-ാം സ്കന്ധത്തിൽ വിവരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 അധ്യായത്തോളം ഇതിനെക്കുറിച്ചുള്ള വിവരണമാണ്. അസുരന്മാരുടെ രാജാവ് ഹിരണ്യകശിപു, അമരത്വം, പ്രപഞ്ചത്തെ പ്രീതിപ്പെടുത്തുന്നു, പ്രഹ്ലാദൻ ദിവ്യപുത്രൻ, അസുരന്മാരെ പ്രഹ്ലാദൻ പഠിപ്പിക്കുന്ന, സഹപാഠികളെ പഠിപ്പിക്കുന്നത്, പ്രഹ്ലാദൻ ഗർഭപാത്രത്തിൽ വെച്ച് എന്ത് പഠിച്ചു, നരസിംഹദേവന്റെ ആവിർഭാവം, ഹിരണ്യകശിപുവിന്റെ വധം, പ്രഹ്ലാദ സ്തുതി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത്രയും ചാപ്റ്റർ നമുക്ക് വായിക്കാനുള്ള സമയമില്ല. പക്ഷെ അതിന്റെ ഒരു ചുരുക്കം നമുക്ക് നോക്കാം. അപ്പൊ ഇതില് പ്രധാനമായിട്ട് എനിക്കിഷ്ടപ്പെട്ട 1-2 ശ്ലോകങ്ങൾ, അതായത് ഒന്ന് ഹിരണ്യകശിപുവിന്റെ ഉപദേശം. ഹിരണ്യകശിപുവിന്റെ ഉപദേശം കൊടുക്കുന്നുണ്ട്. ആർക്ക് കൊടുക്കുന്ന ഉപദേശം? പ്രഹ്ലാദനല്ല, ഹിരണ്യകശിപു ആർക്കും ഉപദേശം കൊടുക്കുന്നു. ആർക്ക് ഓർമ്മയുണ്ടോ? 7-ാം സ്കന്ധം വായിച്ച എത്ര പേരുണ്ട്? ശ്രീമദ് ഭാഗവതം വിശ്വനാഥജി വായിച്ചില്ല. അപ്പോ 7-ാം സ്കന്ധത്തില് എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നുണ്ട്. ഒന്ന് ഹിരണ്യകശിപുവിന്റെ ഉപദേശം, രണ്ടാമത് പ്രഹ്ലാദൻ തന്റെ അച്ഛന്റെ ചോദ്യത്തിന് ഉത്തരമായി നൽകുന്നത്. ഒരു ശ്ലോകം വളരെ ഫേമസ് ആണ്. വീണ്ടും രണ്ടാമതും പ്രഹ്ലാദൻ അച്ഛന് കൊടുക്കുന്ന ഉപദേശം. മൂന്നാമത് പ്രഹ്ലാദൻ സഹപാഠികൾക്ക് കൊടുക്കുന്ന ഉപദേശം. നാലാമത് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ച ശേഷം ഭഗവാൻ പ്രഹ്ലാദന് കൊടുക്കുന്ന
ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു പ്രോമിസ്, പ്രതിജ്ഞ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇത് തുടങ്ങുന്നത് പരിശുദ്ധ മാലാജാവിന്റെ ചോദ്യത്തോടു കൂടിയാണ്. എന്താണ് പരിശുദ്ധ മാലാവിന്റെ ചോദ്യം? ഇത് തുടക്കത്തിൽ 7:1 എടുത്താൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കാം. ഒരു ചെറിയ പഠനമാണ് 7-ാം സ്കന്ധത്തിൽ എന്ത് വിവരിക്കുന്നു എന്നുള്ളത്. 1-ാം അധ്യായത്തില് ഐഷത് മഹാരാജാവ് ചോദിക്കുകയാണ്, ഞാൻ ആ ശ്ലോകം വായിക്കുന്നില്ല. പ്രിയപ്പെട്ട ബ്രാഹ്മണ, പരമദിവ്യോത്തം കൃഷ്ണനായ ഭഗവാൻ വിഷ്ണു എല്ലാവരുടെയും അമൃതകാംക്ഷയായതിനാൽ എല്ലാവർക്കും തുല്യനും അത്യന്തം പ്രിയങ്കരനുമാണ്. അതിനാൽ അദ്ദേഹത്തിന് എങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ പക്ഷപാതിയാകാനും ഇന്ദ്രന്റെ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ ശത്രുക്കളെ വധിക്കാനും കഴിയും? കേൾക്കുന്നുണ്ടായി ചോദ്യം. എല്ലാവർക്കും സമനായ ഒരു വ്യക്തിക്ക് ചിലരോട് ചായവും മറ്റു ചിലരോട് ശത്രുതയും പുലർത്താൻ എങ്ങനെ കഴിയും? ഇതാണ് ആരുടെ ചോദ്യം? പരിശുദ്ധമായ ചോദ്യം. അല്ലേ? അപ്പൊ അതിനുത്തരമായി വരുന്നതാണ് ഇതെല്ലാം. അപ്പൊ അതില് ഇത് യഥാർത്ഥത്തില് ഈ ഉപദേശം പരിശുദ്ധ മഹാരാജാവിന് സുഖദേവ് സ്വാമി പറഞ്ഞു കൊടുക്കുന്നെങ്കിലും യഥാർത്ഥത്തില് ഇത് യുധിഷ്ഠിര മഹാരാജാവിന് ആര് കൊടുക്കുന്ന ഉപദേശമാണ്? ആർക്കും ഓർമ്മയുണ്ടോ? നാരദമുനി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. യുധിഷ്ഠിരനും നാരദമുനിയും തമ്മിലുള്ള സംവാദമാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് ശിശുപാലന്റെ വധത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ശിശുപാലൻ, ദന്തവക്രൻ, അവരെല്ലാം ഭഗവാൻ മരിച്ചെങ്കിലും അവർക്കെല്ലാം മുക്തി കിട്ടി, സാഹിത്യ മുക്തി കിട്ടി. അതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. അത് നാളെ തുടങ്ങുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു പോർഷനാണ് ഈ ഹിരണ്യകശിപുവിനെ കുറിച്ചുള്ള ചരിത്രം. അപ്പൊ അതില് നമ്മൾ ആദ്യ ശ്ലോകം എടുത്താല് ഇതില് ഹിരണ്യകശിപുവിന്റെ വധത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് ഹിരണ്യകശിപുവിന്റെ ബ്രദർ അതാരാണ്? സഹോദരൻ. ആരെങ്കിലും ഒരാൾ പറയും പേര്. എത്ര പേര് അറിയാൻ പറയും? ഹിരണ്യകശിപു ആരാണെന്ന് അറിയാമല്ലോ? അറിയാം. ഹിരണ്യകശിപുവിന്റെ ബ്രദർ, സഹോദരന്റെ പേര് ഹിരണ്യാക്ഷൻ. അല്ലേ? അപ്പൊ ഹിരണ്യാക്ഷൻ രണ്ടുപേരും അസുരന്മാരാണ്. ഒരേ അമ്മയുടെ പുത്രന്മാരും. അമ്മയുടെ പേര് എന്താണ്? അച്ഛന്റെ പേര് ദിതി. അച്ഛന്റെ പേര് ആർക്കും അറിയില്ല. കശ്യപ. അപ്പൊ ഇവർക്കുണ്ടായ രണ്ട് പുത്രന്മാരാണ്. പക്ഷേ ദിതിയുടെ സമീപനം വളരെ മോശമായിട്ടുള്ള സമയമായിരുന്നത് കൊണ്ട് രണ്ട് അസുരന്മാർ പിറക്കുമെന്ന് കശ്യപന് നേരത്തെ പിടിച്ചു. പക്ഷെ പിന്നീട് ദിതിക്ക് വളരെ വിഷമമായി. ഇപ്പൊ ഹിരണ്യാക്ഷൻ നമുക്കറിയാം അസുരന്മാരെന്താണ് ചെയ്യുന്നത്, അല്ലെ? ഈ ഭൂമിയെ തന്നെ എടുത്ത് അതിന്റെ ഓർബിറ്റിനെ ഇളക്കി സമുദ്രത്തിൽ കൊണ്ടിട്ടു, അല്ലെ? അപ്പൊ ആ സമയത്ത് ദേവന്മാരും ഭൂമിദേവിയും എല്ലാവരും ചേർന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോ ഭഗവാൻ തന്നെ അവതാരമെടുത്തു. എന്താ അവതാരം? വരാഹാവതാരം. വരാഹാവതാരം എടുത്ത് ആദ്യം പോയി ഭൂമി എടുത്ത് തിരിച്ച് ആ ഓർബിറ്റിൽ കൊണ്ടുവച്ച ശേഷം ഹിരണ്യാക്ഷനുമായി യുദ്ധം ചെയ്തു. ഹിരണ്യാക്ഷനെ വധിക്കും. അതാണ് ചരിത്രം പോകുന്നത്. ഹിരണ്യാക്ഷനെ വധിക്കുമ്പോ ഹിരണ്യകശിപുവിന് ദേഷ്യമായി. ആരോട് ദേഷ്യം? വിഷ്ണുവിനോട് ദേഷ്യമായി. എങ്ങനെയും വിഷ്ണുവിനെ വധിക്കുക, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അദ്ദേഹം രാജാവായ ശേഷം പിന്നീട് വിഷ്ണു ആരാധനയെ നിന്ദിച്ചു. വിഷ്ണു ആരാധനയെല്ലാം
നിർത്തലാക്കപ്പെട്ടു. പകരം അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഇനിമേല് നാരായണ നമഃ വിഷ്ണുവിന്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല. പകരം ആരുടെ പേര് ഉച്ചരിക്കണം? എന്റെ പേര്. ഓം ഹിരണ്യായ നമഃ. അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷെ ഭാഗ്യവശാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പുത്രൻ പ്രഹ്ലാദൻ, അതായത് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരെന്താണ്? ഹിരണ്യകശിപുവിന്റെ വൈഫിന്റെ പേര് അറിയില്ല. ഹിരണ്യകശിപുവിന്റെ ഭാര്യയുടെ പേര് ആർക്കും അറിയില്ല. ആരാ പറഞ്ഞ? കയാതു. ഈ കയാതു ഗർഭിണിയായിരുന്ന സമയത്ത് ദേവന്മാരെല്ലാം വിചാരിച്ചു, ഇവർക്കുണ്ടാകുന്ന കുട്ടിയും അസുരനായിരിക്കും, നമുക്ക് വീണ്ടും തലവേദനയായിരിക്കും. അപ്പോ ജീവനോടെ തന്നെ വധിക്കുന്നതിന് വേണ്ടി ഈ ദേവന്മാര് വന്ന കയാതുവിനെ കൊണ്ടുപോയി. അപ്പൊ നാരദമുനി തടഞ്ഞു നിർത്തി, അല്ലെ? പറഞ്ഞു, ഈ ഉണ്ടാകാൻ പോകുന്ന കുട്ടി അസുരനായിരിക്കുന്നത് എന്ത് ഗ്യാരണ്ടി? ചിലപ്പോ ഭഗവാന്റെ ഭക്തനായിരിക്കാം, ഞാൻ അദ്ദേഹത്തിനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കയാതുവിനെ നാരദമുനിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി ഭാഗവതം ഉപദേശിച്ചു, അല്ലെ? കയാതുവിന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുകയാണ്, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ കയാതു നമ്മളെ പോലെ ഒരാളായിരുന്നു. കേട്ട് 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 നമ്മളെ ഭാഗവത ക്ലാസ്സിൽ നിന്ന് ഉറപ്പില്ലേ, അതുപോലെ കയാതു കേട്ട് 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 പറഞ്ഞു. പക്ഷെ ഒരാള് കേട്ടുകൊണ്ടിരുന്നു. അതാരായിരുന്നു? ഗർഭത്തിലുണ്ടായിരുന്ന ശിശു. അദ്ദേഹമാണ് ഭക്ത പ്രഹ്ലാദൻ. അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. വീണ്ടും നാരദമുനിയോട് പറയൂ. അപ്പൊ നാരദമുനിക്ക് മനസ്സിലായി ഇതിനകത്തിരുന്ന ഒരാൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ കഥകളെല്ലാം ഗർഭത്തിലായിരിക്കുമ്പോഴേ ആര് കേട്ടു? ഭക്ത പ്രഹ്ലാദൻ കേട്ടു, അല്ലെ? ഭഗവാന്റെ മന്ത്രവും ഉപദേശവും കൊടുത്തു, ദീക്ഷ കൊടുത്തു ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ. ഇങ്ങനൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പുറത്ത് വന്നപ്പോ വലിയ ഭക്തനായി മാറി. അസുരകുലത്തിലാണെങ്കിലും വെജിറ്റേറിയൻ, ആരെയും ഉപദ്രവിക്കില്ല, ജീവികളെ ഉപദ്രവിക്കില്ല, എല്ലാവരോടും കരുണ. ഇതാണ് ഭക്തന്റെ ലക്ഷണങ്ങൾ. അപ്പൊ വലിയ ആഘോഷമായിരുന്നു. അതിനുശേഷം ഹിരണ്യകശിപു തന്റെ പുത്രനെ പഠിപ്പിക്കാനായിട്ട് ഗുരുകുലത്തെ ഏൽപ്പിച്ചു. ആരാ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചത്? ശുക്രാചാര്യന്റെ രണ്ട് മക്കളുടെ പേര് പറയും. ഞാനും മറന്നു, ചോദിക്കണ്ടായിരുന്നു. ശന്തനും കാമറനും രണ്ടുപേരെ ഏൽപ്പിച്ചു. അപ്പൊ ഇദ്ദേഹം കൊണ്ടുപോയി, ഇവരെ കൊണ്ടുപോയി പഠിപ്പിച്ചു. ഭഗവാൻ വിഷ്ണു അല്ല, ആരാണ് ഭഗവാൻ? ഹിരണ്യകശിപുവാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് അച്ഛനെ കാണാനായിട്ട് വീണ്ടും ഹിരണ്യകശിപുവിന് തന്റെ മകനെ കാണണമെന്ന് ആഗ്രഹം. അപ്പോ വീണ്ടും ഹിരണ്യകശിപു തന്റെ മകനെ കൊട്ടാരത്തിൽ വിളിപ്പിച്ച് ചോദിക്കും, നീ എന്താണ് ഗുരുകുലത്തിൽ പഠിച്ചത്? ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അതാണ് നമ്മൾ ശ്ലോകം പഠിക്കാമെന്ന് പറയുന്നത്. അപ്പൊ ഹിരണ്യകശിപു ചോദിച്ചു, ഗുരുകുലത്തിൽ നീ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറയുന്നു, പ്രിയപ്പെട്ട യുധിഷ്ഠിരന്മാരെ, ഒരിക്കലും ഹിരണ്യകശിപു പുത്രനായ പ്രഹ്ലാദനെ എടുത്ത് മടിയിലിരുത്തി വാത്സല്യത്തോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട പുത്ര, നിന്റെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി തോന്നുന്നത് എന്നാണ്? ദയവായി എന്നെ അറിയിക്കുക. ആര് പറഞ്ഞു? കേൾക്കുന്നുണ്ടോ? അതേ ഉറങ്ങുന്നുണ്ടോ? അപ്പോ പ്രഹ്ലാദൻ പറയുകയാണ്. പ്രഹ്ലാദ ഉവാച സത്സാധു മന്യേ സുരമധ്യദേഹിനാം സദാ സമുദ്ദിഗ്ധതിയാം സമഗ്രഹാത് വിദ്വാത്മപാദം ഗൃഹമന്തകൂപം വനം യതോ യദ്ഹരിമാസയതാം.
അപ്പൊ ഇത് പ്രഹ്ലാദൻ പറഞ്ഞ മറുപടിയാണ്. പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? അല്ലയോ അസുരശ്രേഷ്ഠ, എന്റെ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചതനുസരിച്ച് ക്ഷണികമായ ശരീരവും ഗൃഹസ്ഥ ജീവിതവും സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായും ഉത്കണ്ഠാകുലനാണ്. എന്തുകൊണ്ടെന്നാൽ അയാൾ ജലമില്ലാത്ത ഒരു പൊട്ടക്കിണറിൽ വീണിരിക്കുന്നു. ഒരുവൻ ഈ അവസ്ഥ ഉപേക്ഷിച്ച് ഹരിയെ ആശ്രയിച്ച് വനത്തിലേക്ക് പോകണം. വ്യക്തമായി പറഞ്ഞാൽ കൃഷ്ണാമോഹം മാത്രം പ്രബലമായിട്ടുള്ള വൃന്ദാവനത്തിലേക്ക് പോയി ഭഗവാൻ ഹരിയെ പ്രാപിക്കണം. ഇതാണ് ആര് പറഞ്ഞു കൊടുത്തത്? പ്രഹ്ലാദൻ തന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പം ദേഷ്യം ഉണ്ടാവുന്നില്ലേ? ദേഷ്യം ഉണ്ടാവില്ലേ? ഹിരണ്യകശിപന് ഭയങ്കരമായ ദേഷ്യം ഉണ്ടായി. വീണ്ടും ഗുരുകുലത്തിൽ കൊണ്ടുപോയി വീണ്ടും പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമതും വീണ്ടും കൊണ്ടുപോയി പഠിപ്പിച്ചു. എന്നിട്ട് വീണ്ടും അദ്ദേഹം മാറിയിരിക്കും എന്ന് വിചാരിച്ചു. വീണ്ടും അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു. അതേ ചോദ്യം തന്നെ ചോദിച്ചു. പ്രിയപ്പെട്ട പ്രഹ്ലാദ, ദീർഘായുസുള്ളവൻ, ഇത്രയും കാലം നീ എന്റെ ഗുരുക്കന്മാരിൽ വളരെ കാര്യമായി ശ്രമിച്ചു. നേടിയ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദയവായി എന്നോട് പറയാം. ഇത് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പ്രഹ്ലാദൻ പറയുന്നത് എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ ശ്ലോകം? പ്രഹ്ലാദ ഉവാച. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റു ചൊല്ലുകയും ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഈ ആർക്കെങ്കിലും ഈ ശ്ലോകം അറിയാമോ എന്ന് ഞാൻ ചോദിക്കാം. അറിയാമോ ഈ ശ്ലോകം? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം ബന്ധനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാദിതോ വിഷ്ണു ഭക്തി ചേതന ബലക്ഷണഃ ക്രിയതേ ഭഗവത്കൃത തന്മേ അതീതമുത്തമം. പ്രഹ്ലാദൻ പറയുന്നു, ഈ ശ്ലോകം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം. പക്ഷെ ഇത് ആര് പറഞ്ഞതാണ്? പ്രഹ്ലാദൻ പറഞ്ഞതാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രിയ ദിവ്യനാമം, രൂപങ്ങൾ, നാമങ്ങൾ, ഗുണങ്ങൾ, അനുസാരികൾ, ലീലകൾ എന്നിവയെ കുറിച്ച് ശ്രവിക്കുകയും കീർത്തിക്കുകയും അവ സ്മരിക്കുകയും ചെയ്യുക. ഭഗവാന്റെ പാദകമലങ്ങൾ സേവിക്കുക. 16 തരം അനുസാരികളോടുകൂടി ഭഗവാന് ആരാധനകൾ അർപ്പിക്കുക. ഭഗവാന്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുക. അദ്ദേഹത്തിന് ദാസനായി തീരുക. ഭഗവാനെ ഉത്തമ സുഹൃത്തായി കാണുക. എല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കുക. മറ്റു വാക്കുകളിൽ അദ്ദേഹത്തെ ശരീരവും മനസ്സും വാക്കും കൊണ്ട് സേവിക്കുക. ഈ 9 പ്രക്രിയകൾ പരിശുദ്ധ ഭക്തി സേവനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ 9 രീതികളിൽ കൃഷ്ണ ഭഗവാൻ സേവനം ചെയ്യുവാൻ ജീവിതം സമർപ്പിക്കുന്നവനാണ് ഏറ്റവും പാണ്ഡിത്യമുള്ള വ്യക്തി. എന്തുകൊണ്ടെന്നാൽ അവൻ സമ്പൂർണ്ണ ജ്ഞാനം ആർജിച്ചവനാണ്. പ്രഹ്ലാദൻ അഭ്യസിച്ച വ്യക്തികൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പിതാവിനോട് പറയുകയാണ്. ആര്? പ്രഹ്ലാദൻ. നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് കഴിഞ്ഞ് വീണ്ടും അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിനെ കൊല്ലാനുള്ള വരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. കാരണം ഇനി ഇദ്ദേഹം നന്നാവില്ലെന്ന് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? ഹിരണ്യകശിപുന് മനസ്സിലായി. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഈ ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ സഹപാഠികൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിലെ ഒരു ഉപദേശം വളരെ പ്രധാനം. ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഹിരണ്യകശിപുവിന്റെ ഉപദേശം ഞാൻ പറഞ്ഞില്ല. അത് പിന്നെ പറയാം. അപ്പൊ ഇതില് വീണ്ടും ഈ ശ്ലോകം വളരെ ഫേമസ് ആണ്. ആർക്കറിയാം ശ്ലോകം? പ്രഹ്ലാദ ഉവാച കൗമാരമാചരേ പ്രജ്ഞോ. കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട് ശ്ലോകം? കൗമാരമാചരേ പ്രജ്ഞോ ധർമാൻ ഭാഗവാനഃ ദുർലഭം മാനുഷം ധർമ്മ തദപി മധുരം അർത്ഥം. അതായത് പ്രഹ്ലാദൻ പറയാണ്, ബുദ്ധിമാനായ ഒരുവൻ മനുഷ്യ ജീവിതത്തിന്റെ പ്രാരംഭം മുതൽക്കേ മറ്റു വാക്കുകളിൽ
ബാല്യത്തിന്റെ ഇളം പ്രായത്തിലെ മറ്റെല്ലാ ഇടപാടുകളും ഉപേക്ഷിച്ച് പത്യുത സേവന കർമ്മങ്ങൾ പരിശീലിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കണം. മനുഷ്യജന്മം ദുർലഭമാണ്. മറ്റു ശരീരങ്ങൾ പോലെ താൽക്കാലികമാണെങ്കിലും അത് അർത്ഥപൂർണമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യജീവിതത്തിൽ ഒരുവന് പത്യുത സേവനം നിർവഹിക്കാൻ കഴിയുന്നു. ചെറിയ തോതിൽ ആത്മാർത്ഥമായ പത്യുത സേവനം പോലും ഒരുവന് പൂർണ്ണത നൽകും. ഭക്തപ്രഹ്ലാദൻ തന്റെ സഹപാഠികൾക്ക് കൊടുത്ത ഉപദേശമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. കൗമാരം ആചര്യ പ്രജ്ഞ എന്ന് പറഞ്ഞാല് കൃഷ്ണാബോധ പരിശീലനം എപ്പോഴാരംഭിക്കണം? 80 വയസ്സ് ആണോ? 70 വയസ്സ്, 60 വയസ്സ്? എത്രാമത്തെ വയസ്സില്? കൗമാരം ആചര്യ പ്രജ്ഞോ ധർമാൻ ഭാഗവതാനിക. കുട്ടിയായിരിക്കുമ്പോ ഈ പ്രായത്തില് എത്ര വയസ്സായി? 7 കൂടിപ്പോയി. 5 വയസ്സിൽ 5 വയസ്സിലേ തുടങ്ങണമായിരുന്നു. 5 വയസ്സിലേ തുടങ്ങും. മനസ്സിലായില്ലേ? അതാണ് ഗുരുകുല വിദ്യാഭ്യാസം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 5 വയസ്സായി കഴിഞ്ഞാൽ ഗുരുകുലത്തിലേക്ക് അയക്കും അല്ലേ? അവിടെ നിന്ന് എല്ലാ വിദ്യകളും ഗുരുവിൽ നിന്നും അഭ്യസിക്കും. അപ്പോ ഇതാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ്. അപ്പൊ ഈ ഇതിന് തൊട്ടു മുമ്പുള്ള ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്നുള്ള ഈ ശ്ലോകത്തിന് പ്രഭുപാദര് എത്ര പേജ് ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? വിശ്വനാഥ് വീട്ടിൽ പോയി പഠിക്കുക. അതിനുവേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. 1, 2 കൃഷ്ണകുമാർ നോട്ട് ചെയ്തു. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 പേജ് പർപ്പോൾ. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ ചിലപ്പോൾ 14 ആയിരിക്കും. പക്ഷെ മലയാളത്തില് എത്ര പറഞ്ഞ? 17 പേജ്. അപ്പൊ ആ ശ്ലോകത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഓരോ ഇതും ഇപ്പൊ സഖ്യം എന്താണ്, ആത്മനിവേദനം എന്താണ്, ഇപ്പൊ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിക്കാൻ ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രേരണ തരുന്നതിന് വേണ്ടി ഞാൻ ഈ ശ്ലോകം വീട്ടിൽ പോയി റെഫർ ചെയ്യണം. ശ്ലോകം നമ്പർ പറഞ്ഞുതരാം. അവസാനം പറയും. ഇപ്പൊ പറയില്ല. ഇപ്പോ ഇതില് സ്മരണം എന്താണ്, ശ്രവണം എന്താണ്, എല്ലാം വളരെ വിശദമായി നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കേണ്ട ഒരു ഇതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതെല്ലാം കഴിഞ്ഞു. ഹിരണ്യകശിപു എന്ത് ചെയ്തു? പ്രഹ്ലാദനെ വധിക്കാനായിട്ട് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു അല്ലെ? പാമ്പിനെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ട്, കടലിലെറിഞ്ഞു, തീയിൽ കൊണ്ടിട്ടു, പല രീതിയിലും. പക്ഷേ ഇദ്ദേഹം ഭരിക്കുന്നില്ല. ഓരോ പ്രാവശ്യവും ഭഗവാൻ വന്ന് അദ്ദേഹത്തിനെ സംരക്ഷിക്കുകയാണ്. ഓരോ പ്രാവശ്യം വധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആങ്സൈറ്റി കൂടി, ഉത്കണ്ഠ കൂടി. എന്തുകൊണ്ട്? ലോകത്തിൽ എല്ലാവരും എന്നെ പേടിയാണ്, ദേവന്മാർക്കും എല്ലാവർക്കും എന്നെ പേടിയാണ്, പക്ഷെ ഇദ്ദേഹത്തിന് മാത്രം എന്നെ പേടിയില്ല. എവിടെ നിന്നാണ് നിനക്ക് ഈ ശക്തി കിട്ടിയത് എന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞു, അങ്ങേ ചലിപ്പിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തി തന്നെയാണ് എനിക്കും പ്രേരണ. ഒരേ ശക്തി തന്നെയാണ്. അത് ഏത് ശക്തിയാണ്, എവിടെയുണ്ട്? അദ്ദേഹം പറഞ്ഞു സർവവ്യാപിയാണ്. തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ആര് ചോദിച്ചു? ചോദിച്ചു. യെസ്, തൂണിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് തൂണിൽ ഭഗവാൻ ഉണ്ടോ? ഇല്ല. അതാണ്. പക്ഷെ ആര് പറഞ്ഞു? പ്രഹ്ലാദൻ പറഞ്ഞു ഈ തൂണിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് ഭഗവാൻ പ്രഹ്ലാദൻ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രഹ്ലാദന്റെ വാക്ക് സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആ തൂണിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷെ ഈ നശിബ രൂപത്തില് ആ തൂണിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇല്ല. പക്ഷെ ഭക്തപ്രഹ്ലാദൻ പറഞ്ഞതുകൊണ്ട് ഭഗവാൻ ആ തൂണിൽ പ്രത്യക്ഷനായി. ഏത് രൂപത്തില്? പരമാത്മ രൂപത്തിലല്ല, നശിബദേവന്റെ രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യനും
പകുതി മൃഗവും. എന്തുകൊണ്ട് പകുതി മനുഷ്യനും പകുതി മൃഗം? ഇനി നമ്മൾ തിരിച്ചു പോകണം കഥയിലേക്ക്. എന്തുകൊണ്ടാണ് പകുതി മനുഷ്യൻ പകുതി മൃഗം? ഞാൻ നേരത്തെ പറഞ്ഞു, ഹിരണ്യാക്ഷനെ വധിച്ചു. അതിനുശേഷം ഹിരണ്യകശിപുവിന് ദേഷ്യമായി എങ്ങനെയും വിഷ്ണുവിനെ വധിക്കണം, വിഷ്ണുവിന്റെ ഭക്തന്മാരെ ഉപദ്രവിക്കണം. ഹിരണ്യകശിപു പോയി തപസ് ചെയ്തു. ആരെ തപസ് ചെയ്തു? ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവിന്റെ അടുത്ത് ചോദിച്ചു, അമരത്വം ചോദിച്ചു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കേ മരണമുണ്ട്, എനിക്കെങ്ങനെ അങ്ങനെ ഒരു വരം തരാൻ കഴിയും? വേറെന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. പൂർവ്വന്മാർ അസുരന്മാർ വളരെ ബുദ്ധിമാന്മാരാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇങ്ങനെ ഒരു വരം തരൂ. എങ്ങനെ ഒരു വരം? എന്നെ മനുഷ്യൻ വധിക്കാൻ പാടില്ല, മൃഗം വധിക്കാൻ പാടില്ല, പകൽ വധിക്കാൻ പാടില്ല, രാത്രി വധിക്കാൻ പാടില്ല, കൊട്ടാരത്തിനകത്ത് വധിക്കാൻ പാടില്ല, പുറത്ത് വധിക്കാൻ പാടില്ല, പക്ഷികൾ പാടില്ല, മൃഗങ്ങളാലും വധിക്കപ്പെടാൻ പാടില്ല. അല്ലേ? ഇനി എന്താ പറഞ്ഞത്? എന്തെങ്കിലും കുറ്റം? ഭൂമിയിൽ വെച്ച് വധിക്കാൻ പാടില്ല, ആകാശത്ത് വെച്ച് വധിക്കാൻ പാടില്ല. അല്ലേ? അപ്പോ ഈ വരം കേട്ടിട്ട് അദ്ദേഹം അഹങ്കരിച്ചു. കാരണം എന്നെ ആരെങ്കിലും വധിക്കണമെങ്കിൽ ഒന്നുകിൽ കൊട്ടാരത്തിനകത്തായിരിക്കും, അല്ലെങ്കിൽ പുറത്തായിരിക്കും, ഭൂമിയിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ആകാശത്ത് വെച്ചായിരിക്കും, അല്ലെങ്കിൽ പക്ഷിയായിരിക്കും, മൃഗമായിരിക്കും. ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. വിട്ടുപോയി. ആയുധങ്ങളാലും വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഒരാളെ വധിക്കണമെങ്കിൽ ഒന്നിൽ ആയുധം കൊണ്ടല്ലേ വധിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം അഹങ്കരിച്ചു, എന്നെ ആർക്കും വധിക്കാൻ പറ്റില്ല, ഞാൻ അമരനായി ബ്രഹ്മാവിനെ തന്നെ പറ്റിച്ചു. ശരി, ഇതാണ് അസുരന്മാരുടെ ചിന്താഗതി. അപ്പൊ അതുകൊണ്ടാണ് ഹിരണ്യകശിപു നരസിംഹദേവനെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് ഇങ്ങനെ ഒരു വരം കിട്ടി. അപ്പോ നരസിംഹദേവ് നേരെ എടുത്ത് ഇദ്ദേഹത്തിനെ കൊണ്ട് കുറെ സമയം യുദ്ധം ചെയ്ത ശേഷം ഇദ്ദേഹത്തിനെ എടുത്തു കൊണ്ടുപോയി കൊട്ടാരത്തിനകത്തും അല്ല പുറത്തുമല്ല പുറപ്പടി. അല്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ആദ്യം പറഞ്ഞു അകത്ത് കൊട്ടാരത്തിനകത്തും പറ്റില്ല. അപ്പം നരസിംഹദേവ് പറഞ്ഞു, നീ ഇപ്പൊ കൊട്ടാരത്തിനകത്തുമല്ല അല്ലല്ല, ഭൂമിയിൽ വെച്ചും ആകാശത്ത് വെച്ചും കൊല്ലാൻ പാടില്ല. പറഞ്ഞു, ഭൂമിയിലുമല്ല ആകാശത്തുമല്ല, നീ എന്റെ മടിയിലാണ്. പിന്നെന്താ പറഞ്ഞു? ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ പാടില്ല, എന്റെ കയ്യിൽ ആയുധമില്ല. പിന്നെ പറഞ്ഞില്ല, മൃഗത്തിനോ മനുഷ്യനോ കൊല്ലാൻ പാടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യനുമല്ല മൃഗവുമല്ല. പിന്നെ പകലും കൊല്ലാൻ പാടില്ല, രാത്രി. അപ്പൊ നശിക്കുന്ന ഇപ്പൊ പകലുമല്ല രാത്രിയുമല്ല. അപ്പൊ ആ സമയം വരെ അദ്ദേഹം ഹിരണ്യകശിപുവിനോട് യുദ്ധം ചെയ്യും. എന്നിട്ടാണ് കറക്റ്റ് സന്ധ്യാസമയം വന്നപ്പോഴാണ് ഉമ്മറപ്പടിയിൽ കൊണ്ടുപോകുന്നത്. മടിയിലിരുത്തി ഓപ്പറേഷൻ തന്റെ ഭാഗങ്ങൾ കൊണ്ട് കഴിച്ച് പാട്ട് പാടും. നരസിംഹദേവന്റെ പ്രാർത്ഥന. എന്നിട്ട് കുടൽ വെളിയിലെടുത്തു. അപ്പൊ അങ്ങനെയാണ് ആ നരസിംഹദേവന് നരസിംഹദേവൻ ഹിരണ്യകശിപുവിനെ വരും. നരസിംഹദേവ ഭവാനിക്ക്. അപ്പോ ഇനി നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതായത് കഥ പറഞ്ഞത്. അപ്പോ ഇതാണ്, ഇങ്ങനെയാണ്. അതിനുശേഷം പ്രഹ്ലാദൻ സ്തുതിക്കാൻ, ആരെ സ്തുതിക്കാനാണ്? ഭഗവാനെ സ്തുതിക്കാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഭീകര രൂപം കണ്ട് ദേവന്മാരെല്ലാം നോക്കിക്കൊണ്ടില്ല. അവരെല്ലാം കിട്ടുക പറയ്ക്കാണ്. അല്ലേ? ആർക്ക് പോയി സാന്ത്വനപ്പെടുത്താൻ പറ്റും? ലക്ഷ്മി ദേവി, ബ്രഹ്മാവ്, ശിവൻ, അവരെല്ലാം പറഞ്ഞു, പ്രഹ്ലാദ, നിനക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത്, നീ പോയി അദ്ദേഹത്തിന് സാന്ത്വനപ്പെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രഹ്ലാദൻ പോയി നരസിംഹദേവനെ സ്തുതിക്കുന്നു. അപ്പൊ അതില് ഒരുപാട് സ്തുതികളുണ്ട്, അത് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അതില് അവസാനം ഈ സ്തുതിയെല്ലാം കേട്ട ശേഷം അദ്ദേഹം പറയുന്നു, വരം ചോദിക്കുമ്പോ വരം വേണ്ടാന്ന് പറയുന്നു. അതിനുശേഷം പ്രഹ്ലാദൻ പറയുന്നു, എനിക്ക് വരമൊന്നും വേണ്ട, പക്ഷെ എന്റെ അച്ഛൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങ് കാരുണ്യമുള്ളവനാണ്,
കാരുണ്യവനാകയാൽ ഞാൻ അങ്ങയോട് ഒരു വരം മാത്രം ചോദിക്കുന്നു. മരണസമയത്ത് എന്റെ പിതാവിന് മേൽ അങ്ങയുടെ കടാക്ഷം ഉണ്ടായതിനാൽ അദ്ദേഹം പരിശുദ്ധീകരിക്കപ്പെട്ടെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങയുടെ ശക്തിയിലും സർവേശ്വരത്വത്തിലുമുള്ള അജ്ഞതയും അദ്ദേഹത്തിന്റെ സഹോദരനെ വധിച്ചത് അവിടെ നിന്നാണെന്ന് ചിന്തയും മൂലം അദ്ദേഹം അങ്ങയോട് അനാവശ്യമായി ദുരിതനായി. അവിധത്തിൽ അദ്ദേഹം എല്ലാ ജീവസത്തകളുടെയും ആധ്യാത്മിക ഗുരുവായ അങ്ങയുടെ ഭഗവത്പാദത്തെ പ്രത്യക്ഷത്തിൽ നിർമ്മിച്ചു. അങ്ങയുടെ ഭക്തനായ എനിക്കെതിരെ പാപകരമായ അനവധി കഠിന പ്രവൃത്തികൾ ചെയ്തു. ഈ പാപകർമ്മങ്ങൾക്ക് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു വരമാണ് ആര് ചോദിക്കുന്നത്? ഭക്തപ്രഹ്ലാദൻ ചോദിക്കുന്നത്. അപ്പോ അതിന് മറുപടിയായിട്ട് ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാൻ വാച യത്സാദോ അസ്യ ഗൃഹേ ജാതോ ഭവാൻ വൈകുലപാവനഃ. അപ്പൊ ഭഗവാൻ പറയുന്ന മറുപടി വളരെ പ്രധാനം. നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഈ ശ്ലോകം എടുക്കാനുള്ള കാരണം. ഭഗവാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പ്രഹ്ലാദ, പാപരഹിതനായ മഹാവിശുദ്ധ വ്യക്തിത്വമേ, നിന്റെ പിതാവ് പരിശുദ്ധനായി ഒപ്പം നിന്റെ കുടുംബത്തിലെ 21 പിതാമഹന്മാര്. എത്ര പിതാമഹന്മാര്? അതാണ് ത്രിസപ്തമി പിതാഭൂത. 7 into 3, 7 into 3 23. നിന്റെ 21 പിതാമഹന്മാരും നീ ഈ കുടുംബത്തിലെ ജന്മമെടുത്തതിനാൽ ഈ കുലം മുഴുവൻ പരിശുദ്ധീകരിക്കും. ഈ ശ്ലോകം നിങ്ങൾ പോയി പഠിക്കേണ്ട ശ്ലോകം. അപ്പോ ഇത് ഭഗവാന്റെ അവസാനത്തെ മറുപടിയാണ്. എപ്പോൾ എവിടെയെല്ലാം സമാധാനപൂർണവും സമചിത്തരും എല്ലാ സദ്ഗുണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവനുമായ ഭക്തരുണ്ടാകുന്നുവോ ആ സ്ഥലങ്ങളും വംശങ്ങളും നിന്ദിക്കപ്പെട്ടവരാണെങ്കിൽ പോലും പരിശുദ്ധരാണ്. എവിടെയെല്ലാം ശ്രേഷ്ഠരായ ഭക്തന്മാർ വസിക്കുന്നുവോ അവരും അവരുടെ വംശവും മാത്രമല്ല ആ രാജ്യം തന്നെ പവിത്രീകരിക്കപ്പെടും. മനസ്സിലായി? ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഉപദേശം, പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളോട് ഒരു ഉപദേശം. നമ്മളെ കുട്ടികളെ ദയവ് ചെയ്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴോ പരിശുദ്ധമായ ഭക്തി സേവനത്തിലേക്ക് വരുമ്പോഴോ അവരെ തടസ്സപ്പെടുത്തരുത്. എന്തുകൊണ്ടാണ്? അവര് ഭക്തന്മാരായാൽ നമുക്ക് നമ്മുടെ തലമുറകൾ 21 തലമുറകളെ കുറിച്ച് പറയും. അവർക്കെല്ലാം എന്ത് കിട്ടും? ഫ്രീ ടിക്കറ്റ്. എവിടേക്ക്? എവിടേക്കാണ്? അമേരിക്കയിലാണ്. ലണ്ടൻ. ഫ്രീ ടിക്കറ്റ് വൈകുണ്ട. ഓർമ്മിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണാബോധം പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളിലുള്ള എല്ലാവർക്കും മുക്തി കിട്ടുകയാണ് പരിശുദ്ധ ഭക്തനായി കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഭഗവാന്റെ പ്രോമിസാണ്. ഇനി നമ്മൾ തിരിച്ചു പോകാം. ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഹിരണ്യകശിപുവിന്റെ ഉപദേശം എന്താണ്? ഹിരണ്യകശിപു വരാഹ അവതാരം എടുത്ത് ഹിരണ്യകശിപുവിനെ വധിച്ചപ്പോൾ മരണാന്തര ചരങ്ങൾക്ക് ശേഷം ഹിരണ്യകശിപു അത് ബന്ധുക്കളിൽ നിന്ന് കരയാണ്. ആ സമയത്ത് ഹിരണ്യകശിപു ബന്ധുക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം അത് വളരെ പ്രധാനം. ഇപ്പോൾ ഇതുവരെ കേട്ടത് പ്രഹ്ലാദൻ അച്ഛൻ കൊടുക്കുന്ന ഉപദേശം, സഹപാഠികൾ കൊടുക്കുന്ന ഉപദേശം, പ്രഹ്ലാദൻ സ്തുതിക്കുന്നു, അതിനുശേഷം ഭഗവാൻ ഉത്തരം, അല്ലേ? ഇനി ഇവിടെ ഹിരണ്യകശിപുവിന്റെ ഉപദേശം എന്താ? ആർക്ക് പറയാം? ഹിരണ്യകശിപു തന്റെ ബന്ധുക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങളാരും ഏഴാമത്തെ സ്കന്ധം വായിച്ചില്ല എന്ന് മനസ്സിലാക്കി. 7ാം സ്കന്ധം വായിച്ച എത്ര പേരുണ്ട്? ഭാഗവതം എത്ര പേരുടെ കയ്യിലുണ്ട്? ദേവദാസ് വായിച്ചു തീർന്നു? 10ാം സ്കന്ധം. ഇപ്പൊ പറയും, മറുപടി പറയും. ഹിരണ്യകശിപുവിന്റെ ഉപദേശം. ഹിരണ്യകശിപു തന്റെ ബന്ധുക്കൾക്ക് ഉപദേശം പോലെ വീരന്മാർക്ക് ശത്രുവിന്റെ മുമ്പിൽ വൃത്തി മഹനീയമാണ്. പ്രകൃതിയുടെ നിയമപ്രകാരം ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടും. അത് സത്യമല്ലേ? കർമ്മത്തിന്റെ പരിപ്ലവമായ പ്രവർത്തനം കണ്ട് ദുഃഖിക്കരുത്. ഇതാണ് കൊടുക്കുന്ന ഉപദേശം. എന്നിട്ട് ഒരു കഥയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് കഥ? ഉശീതരം എന്ന് പറയുന്ന രാജ്യം,
അവിടുത്തെ രാജാവിന്റെ പേര് എന്താണ്? സുയജ്ഞൻ. സുയജ്ഞൻ എന്ന് പറഞ്ഞ രാജാവ്, അദ്ദേഹത്തിനെ വധിച്ച ശേഷം രാജ്ഞിമാരെ അടുത്തിരുന്ന് അലമുറയിട്ട് കരയുക, മരണാന്തര ചടങ്ങുകൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. സോ അറ്റാച്ച്ഡ്. പ്രഭുപാദർ പറയുന്നുണ്ട്, പകല് മരിച്ച ഒരാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ദഹിപ്പിക്കണം, രാത്രി മരിച്ച ഒരാള് സൂര്യൻ ഉദയത്തിന് മുമ്പ് ദഹിപ്പിക്കണം. പക്ഷെ ഇത് അനുവദിക്കുന്നില്ല, കെട്ടിപ്പിടിച്ചിരിക്കുക, അത്രയ്ക്കും അറ്റാച്ച്മെന്റ്. ആ സമയത്താണ് ഈ ഉപദേശം, അത് ഹിരണ്യകശിപു കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഇത് കഥ പറഞ്ഞുകൊണ്ട് സുയജ്ഞൻ എന്ന രാജാവ് മരിച്ചപ്പോ രാജ്ഞികള് അലമുറയിട്ട് കരയുന്നു, അവരെ ദഹിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോ ആ സമയത്ത് യമരാജൻ ബാലരൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഡ്ഢികളാണ്, സുയജ്ഞൻ ഇവിടെയുണ്ട്, ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരം ഇവിടെ തന്നെയുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ആ സുയജ്ഞൻ എന്ന് പറയുന്ന വ്യക്തിയെ, ആ ആത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആത്മാവിനെ കണ്ടിട്ടില്ല എത്ര പേരുണ്ട്? ആത്മാവിനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ദേവദാസ് പ്രഭുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഉള്ളിലെ ആത്മാവ്, പ്രഭുവിന് എന്നെ അറിയാം, പക്ഷെ എന്റെ ആത്മാവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ മരിച്ചപ്പോ കുറെ പേർക്ക് കരയും. ഓക്കെ, ആ ശരീരം, യമരാജ് എന്ന് പറയുന്ന ആ ശരീരം ഇവിടെ ഉണ്ടല്ലോ, സുയജ്ഞൻ രാജാവ് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്ന ചോദിക്കുന്നു. ആ വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇവിടെ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇനി 100 വർഷം കഴിഞ്ഞ് കരഞ്ഞാലും അദ്ദേഹം തിരിച്ച് വരില്ല. ഇത് പ്രകൃതിയുടെ നിയമമാണ്. മരണം എന്ന് പറയുന്നത് സത്യമാണ്. എന്നിട്ട് വേറൊരു കഥയും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വേട്ടക്കാരൻ ഒരു ജോഡി കുരുവിയ പക്ഷികളെ കണ്ടു. അപ്പോ ഈ വേട്ടക്കാരൻ വന്ന് പെൺപക്ഷിയെ വലയിൽ പിടിച്ചു. അപ്പൊ ആൺപക്ഷിക്ക് എന്തുണ്ടാവും? ദുഃഖമുണ്ടാവും. അപ്പൊ ആൺപക്ഷി കരയാൻ തുടങ്ങി. ഈ ഭാര്യയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, ഇനി കുട്ടികളെ ആര് നോക്കും എന്ന് വിചാരിച്ച് കരയാൻ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേട്ടക്കാരൻ രണ്ടാമത്തെ അമ്പെടുത്ത് ആരെയും പതിച്ചു? ഈ ആൺപക്ഷിയും പതിച്ചു. ഇത്രയും ഉള്ളിലായിട്ട്. അപ്പൊ ഇതാണ് ഭഗവത്ഗീതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. എന്താണ് ഭഗവതിയുടെ പ്രധാനപ്പെട്ട സന്ദേശം? ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. അപ്പൊ ഒരിക്കല് യമരാജ് യുധിഷ്ഠിരന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഭൂമിയില് ഏറ്റവും അതിശയകരമായ കാര്യം എന്താണ്? എന്താണ് സൃഷ്ടിയില് അല്ലെങ്കിൽ ഭൂമിയിലെ അതിശയകരമായ കാര്യം എന്താണ്? മോൾ പറഞ്ഞു. വേറെന്താണ്? മോളുടെ പേര് ഏറ്റവും അത്ഭുതം താജ്മഹലാണ്. ജഡായിപ്പാറ ഏതാണ് അതിശയമായിട്ടുള്ള കാര്യം? അപ്പൊ ഇവിടെ യുധിഷ്ഠിര മഹാരാജ യമരാജന്റെ ചോദ്യത്തിന് യുധിഷ്ഠിര മഹാരാജൻ പറയുന്നതാണ്, അഹനി അഹനി ഭൂതാനി വിമയമാലയം ശേഷസ്ഥാപരമിച്ഛന്തി ഹിമാചലി മതപരം. ഏറ്റവും അതിശയകരമായ കാര്യം എന്താണ്? അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി ഹിമാലയം ശേഷസ്ഥാപരമിച്ഛന്തി ഹിമാചലി മതപരം. എന്താണ്? ആർക്കറിയേണ്ട അർത്ഥം? ദിവസവും നമ്മൾ കാണുന്നുണ്ട് ഓരോരുത്തർ മരിക്കുന്നത്, അല്ലെ? ആക്സിഡന്റ് എത്ര പേര് മരിക്കുന്നു, ഹോസ്പിറ്റലിൽ എത്ര പേര് മരിക്കുന്നു, കുട്ടികൾ എത്ര മരിക്കുന്നു, വയസ്സായ ആൾക്കാർ എത്ര മരിക്കുന്നു, അല്ലെ? പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ പശുവിനായി ആടിനെ വെട്ടാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഓരോ ആടും ഇങ്ങനെ പുല്ല് കൊടുത്ത് അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ആടിനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ
അറിഞ്ഞുകൂടാ, അടുത്ത സന്തോഷമായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കാൻ പോലെ. കാരണം അടുത്തത് വെട്ടാൻ പോകുന്നത് എന്നെയാണെന്ന് ഈ ആളിനെ അറിയിക്കാം. അതാണ് യച്ഛന്തിക ഹിമാലയം എന്ന് വെച്ചാൽ ഹിമാലയത്തിലേക്ക് പോകുന്നത് എല്ലാവരും അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മള് കഴിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അതിൽ പരം ആശ്ചര്യം ലോകത്തുണ്ട്. പല താജ്മഹൽ മറുപടി പറയാൻ പോയതാണ്. ഏതോ ഒരു കുട്ടി പറയുന്നത് താജ്മഹലാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഈ ബന്ധുക്കൾക്ക് ഇത് മനസ്സിലായി. അവർ പോയി പിന്നീട് ചടങ്ങുകൾ ചെയ്യാൻ അനുവദിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോ തത്വശാസ്ത്രപരമായിട്ട് നമ്മളൊരു മരണ വീടുകളിൽ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ തത്വശാസ്ത്രപരമായി ചിന്തിക്കും. എന്ന് വെച്ചാൽ വളരെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കും അല്ലേ? ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഇത്രയേ ഉള്ളൂ ലൈഫ്, എത്ര നല്ല മനുഷ്യനായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അദ്ദേഹത്തിന് എന്തായിരുന്നു കുറവ്, പക്ഷെ എന്നിരുന്നാലും പാവാൻ അദ്ദേഹത്തിനെ കൊണ്ടുപോയല്ലോ. ഇത് ആർക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫിലോസഫിക്കലായിട്ട് ഭയങ്കരമായിട്ട് ഒരു വിരക്തി ഉണ്ടാവും ആ സമയത്ത് അല്ലേ? അത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴോ, വീട്ടിൽ പോകുമ്പോൾ 7:45 8 മണിക്ക് സീരിയൽ കറക്റ്റ്, ആ സീരിയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതെല്ലാം മറക്കും അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത്. ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നതാണ് ശ്മശാനത്തിൽ ഉണ്ടാകുന്ന വിരക്തി, വൈരാഗ്യം. പക്ഷെ അത് വീട്ടിൽ പോകുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണും അല്ലേ? അതിന്റെ പേരെന്താണ്? ഭാര്യയുടെ സഹോദരൻ സുഗ്രീവൻ. സുഗ്രീവനും ആദ്യം ഭയങ്കരമായി കരഞ്ഞു. ഓ, ഞാൻ എന്റെ ബ്രദറിനെ കൊന്നു, എനിക്ക് രാജ്യം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഭയങ്കരമായ വിരക്തി. അപ്പോ ഭഗവാൻ പറഞ്ഞു, നീ എന്ന രാജാവാവണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ സമയം കൊടുത്തു, സീതാന്വേഷണത്തിന് സഹായിക്കാന്നൊക്കെ പറഞ്ഞു. തിരിച്ച് രാജ്യത്ത് പോയപ്പോ അദ്ദേഹം വീണ്ടും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി അല്ലേ? എല്ലാം മറന്നു. ആ സമയത്തുണ്ടായിരുന്ന ഭയങ്കരമായ വിരക്തിയെല്ലാം മറന്നു ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോ 4 മാസമായിട്ട് സുഗ്രീവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനെ അയക്കുകയാണ്, നീ അവിടെ പോയി ഒന്ന് ഓർമ്മപ്പെടുത്തു. എന്നിട്ട് ലക്ഷ്മണന്റെ അടുത്ത് പറയും, ഒന്നും പറയണ്ട, ഭാര്യയെ കൊന്ന അമ്പ എന്റെ കയ്യിലുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, വിരട്ടരുത്. കാരണം ലക്ഷ്മണൻ എല്ലാവർക്കും പേടിയാണ്, ഭയങ്കര കോപമുള്ള ഒരാളാണ്. പക്ഷെ അവിടെ ചെന്നപ്പം ലക്ഷ്മണനെ കണ്ട എല്ലാവരും പേടിച്ചു കൂടാൻ തുടങ്ങി. ഹനുമാൻ കൂടെ എന്തു പോയി പറഞ്ഞു. അവിടെ ആട്ടും കൂത്തും പാത്തുമായിട്ട് സുഗ്രീവൻ ആസ്വദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് താരയാണ് പറഞ്ഞു വിടുന്നത്. താരയല്ലേ? താരയാണ് പോയി സമാധാനപ്പെടുത്തുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങള് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു ശ്ലോകം വായിച്ചിട്ട് അവസാനിപ്പിക്കാൻ കാരണം നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഇവിടെ പറയുന്നത്, പൃഥ്വീക്ഷിതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്ദിഹതം വിനശ്യതി വിമൃത്യുനാമേ അഭിതരീക്ഷതോ വനേ ഗൃഹേ അഭിഗുപ്തോസ്യ പദോന ജീവതി. ഇതിന്റെ അർത്ഥം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഇവിടെ ഭക്തപ്രഹ്ലാദനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇത്രയും വലിയൊരു പവർഫുൾ രാജാവായിരുന്നിട്ടും അസുര ചക്രവർത്തി ആയിരുന്നിട്ടും ആരെ കൊല്ലാൻ പറ്റിയില്ല? പിഞ്ചു ബാലനായ പ്രഹ്ലാദനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ പറയാണ്, ചിലപ്പോൾ എല്ലാവർക്കും കാണാൻ കഴിയുന്ന പൊതുവീതിയിൽ ഒരാളുടെ പണം നഷ്ടപ്പെട്ടാലും ഈശ്വര ഇച്ഛയാൽ അത് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു. ഇത് എത്ര പേർക്ക് അനുഭവമുണ്ട്? ആർക്കും എപ്പോഴും പൈസ എവിടെയെങ്കിലും വീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അത് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രെയിനിൽ നഷ്ടപ്പെട്ട ബാഗ് തിരിച്ചു കിട്ടി. അപ്പോ എത്രയോ ആൾക്കാർ ആ വീതിയിൽ കൂടെ നടന്നു പോകുന്നു, പക്ഷെ അവരാരുടെയും കണ്ണിൽ പെടുന്നില്ല. നമ്മൾ തിരിച്ചു പോകുമ്പോ ആ പൈസ തിരിച്ചു കിട്ടും. അങ്ങനെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കഴിക്കും. ഉണ്ടോ? പൈസയാണോ നഷ്ടപ്പെട്ടു? പൈസ ഇവിടെ റോഡിലാണ്. വഴി എന്ന് പറയുമ്പോൾ എത്രയും പേര് സഞ്ചരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല, തിരിച്ചു പോയി പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്, ഈശ്വരച്ച ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ സംരക്ഷിക്കും. അങ്ങനെ അത് നഷ്ടപ്പെട്ടവനെ തിരികെ ലഭിക്കും. നേരെ മറിച്ച് ഭഗവാന്റെ സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ
ഭദ്രമായി ഭവനത്തിൽ സൂക്ഷിച്ചതായാലും നഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ ആൽമാരിൽ പൂട്ടി 4-5 താക്കോലിട്ട് പൂട്ടി അതിനകത്ത് വെച്ചിരിക്കും അല്ലേ? പക്ഷെ അറിയാതെ കള്ളന്മാരെടുത്തിട്ട് അല്ലേ? നമ്മൾ കൊറോണ എന്ന് പറഞ്ഞ് പേടിച്ച് എല്ലാവർക്കും വീട്ടിൽ ഇറങ്ങാതെ വീട്ടിനകത്ത് കയറിയിരിക്കും. അകത്തിരുന്നവരെയും പിടിച്ചു കൊറോണ അല്ലേ? അപ്പോ ആരുടെയും സംരക്ഷണമില്ലാതെ കൊടുക്കാണ്ടിലാണെങ്കിൽ പോലും ഒരാൾക്ക് ഭഗവാന്റെ സംരക്ഷണം ലഭിക്കുന്ന പക്ഷം ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അതേസമയം വീട്ടിൽ ബന്ധുക്കളുടെ സർവ്വവിധ സംരക്ഷണത്തിലും കഴിയുന്ന ഒരാൾ ചിലപ്പോൾ ആരാലും രക്ഷിക്കപ്പെടാനാകാതെ മരണപ്പെട്ടു. വിഷമതയും കേട്ടോ ഡോക്ടർമാർ ഞാൻ രക്ഷിക്കുന്നത് ഞാൻ വരുന്നത്. ഈ ഭഗവാൻ ഒരു സമയം ചിരിക്കും പറയും. എപ്പോഴാണ് ചിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു ഡോക്ടർ പറയുന്നു ഞാൻ നിന്നെ സംരക്ഷിച്ചു എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ ചിരിക്കുന്നുണ്ട്. എന്താണ് കാരണം? കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിലല്ല അല്ലേ? അപ്പോ അതേസമയം വീട്ടിൽ ബന്ധുക്കളുടെ സർവ്വവിധ സംരക്ഷണത്തിന് കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആരാലും രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം എല്ലാം സർവ്വം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ വിചാരിച്ചാല് ഭഗവാന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ആർക്കും വധിക്കാൻ കഴിയില്ല. പക്ഷെ ഭഗവാൻ വധിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. മാതാപിതാക്കളുടെ ആശ്രയിക്കുമെന്ന് പ്രഹ്ലാദൻ പറഞ്ഞെങ്കിലും അതേപോലെ മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിട്ടും അങ്ങേറ്റം പീഡിക്കപ്പെട്ടു. ചില സമയത്ത് വിദഗ്ധനാ വൈദ്യനാൽ ഏറ്റവും നല്ല ഔഷധം കിട്ടി, എന്നിട്ടും രോഗം രക്ഷ നല്ല ഔഷധം നല്ല ഡോക്ടർ, പക്ഷെ എന്നിട്ടും രോഗം രക്ഷപ്പെടുന്നില്ല. സർവ്വതും ഭഗവാന്റെ സ്വതന്ത്ര ഇച്ഛയിലാണ് നടക്കുന്നത്. അതിനാൽ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിന്റെ സംരക്ഷണം തേടുക മാത്രമാണ് നമ്മുടെ കർത്തവ്യം. ഇതാണ് ഫൈനൽ മെസ്സേജ്. എന്താണ് ഫൈനൽ മെസ്സേജ്? കൃഷ്ണകുമാർ, എല്ലാം ഭഗവാന്റെ സ്വതന്ത്ര ഇച്ഛയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിന്റെ സംരക്ഷണം നേടുക മാത്രമാണ് നമ്മുടെ കർത്തവ്യം എന്ന് ഭഗവാൻ പ്രഭുപാദ ഇവിടെ പറഞ്ഞ് നിർത്തുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് മെസ്സേജ് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ജയശ്രീല പ്രഭുപാദിക്ക് എന്തെങ്കിലും വളരെ ഷോർട്ടായിട്ട് ചോദിക്കാം. 1 മണിയായി. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, കാരണം മൊത്തം പറയാനുള്ള സമയമില്ല. പക്ഷെ ഇതിൽ കവർ ചെയ്തത് ഒന്ന് ഹിരണ്യകശിപുവിന്റെ ഉപദേശം, രണ്ടാമത് ഭക്തപ്രഹ്ലാദന്റെ 2 ഉപദേശം അല്ലേ, ഹിരണ്യകശിപുവിനുള്ള ഉപദേശം, സഹപാഠികൾക്കുള്ള ഉപദേശം, ഭഗവാൻ കൊടുക്കുന്ന പ്രോമിസ്. ഭഗവാൻ കൊടുക്കുന്ന പ്രോമിസ് എന്താണ്? ഒരാൾ ഭക്തനായി കഴിഞ്ഞാൽ ആ വംശം മുഴുവനും ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ ഭക്തനാവാൻ നമ്മള് പ്രോത്സാഹിപ്പിക്കണോ വേണ്ടേ? പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ഞാനൊരു കുട്ടിയെ പറഞ്ഞ് ജപിക്കാനൊക്കെ പറഞ്ഞു. ആ കുട്ടി നേരെ വീട്ടിൽ പോയപ്പോ പാരന്റ്സ് അപ്പൂപ്പനും അമ്മമ്മയും പറഞ്ഞു, ഇപ്പൊ പോണ്ട, ഇപ്പൊ പഠിക്കാനുള്ള സമയമല്ല, ഇത് 10-70-80 വയസ്സാകുമ്പോൾ നമ്മളെ പ്രായത്തിൽ കുട്ടി ഇപ്പൊ വരുന്നില്ല, ക്ഷേത്രത്തിലേ വരുന്നില്ല. അപ്പോ പാരന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ആശ്രമത്തിൽ പോകാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. എന്നാൽ ശരി, 80 വയസ്സായി നിങ്ങൾ വരൂ. ഓക്കെ, കുട്ടിയെ വേണ്ട, നിങ്ങൾ വരൂ.